നാളെ മുതൽ ഗൂഗിൾ പേ വർക്കാവില്ല. ആരുടെയെന്ന് അറിയാം വർക്കാവാതിരിക്കുന്നത്? നമ്മൾ കുറെ കാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലാണ് UPI സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്കിനി നാളെ മുതൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ നമ്പറുകൾ നാളെ മുതൽ UPI സേവനം നിർത്തലാക്കാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സുരക്ഷാ വീഴ്ചകളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ മാറ്റത്തിന്റെ ഒരു കാരണം. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, അതിലൊന്ന് മാത്രമാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെ മൊബൈൽ നമ്പർ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ പോലുള്ള ഏജുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാം, അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളവരായിരിക്കാം. അപ്പൊ അവര് ഇതേ നമ്പർ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് ആ നമ്പറിൽ റീചാർജ് ഒക്കെ ചെയ്തിട്ട് ഈ UPI ഒന്ന് പിന്നെ റീസെറ്റ് ചെയ്ത് വെക്കുക. കാരണം അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ ആ നമ്പർ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 20 രൂപ റീചാർജ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കട്ടായി പോകില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ UPI കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് സൈബർ ക്രൈംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇതേപോലെയുള്ള ഓരോരോ അപ്ഡേറ്റുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ നാളെ April 1 തൊട്ടിട്ട് ഒരുപാട് ബാങ്കിങ്ങും കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ATMന്റെ ചാർജ് ഒരു മാസം 5 പ്രാവശ്യം 4 പ്രാവശ്യം വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാറ്റിയിട്ട് 3 പ്രാവശ്യത്തേക്കാക്കി. അപ്പൊ 3 പ്രാവശ്യം കഴിഞ്ഞ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാ ചാർജ് എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലാം ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ ഇത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അവരെ ഓർമ്മിപ്പിക്കുക, അവരുടെ മൊബൈൽ നമ്പർ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക, ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. UPIയിൽ പോയിട്ട് ഒന്ന് റീസെറ്റ് പാസ്വേഡ് കൊടുത്തിട്ട് അതൊന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.